ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പാർട്ടിലോട്ട് കിടക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് കഴിഞ്ഞ രണ്ട് ഓൾ ടൈം ഹൈയിലോട്ട്, അതായത് നമ്മുടെ ഡൊമിനൻസിൻ്റെ ആ ഒരു ലെവൽ വെച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് 2017 ഏതൊക്കെ കോയിൻസ് കയറിയ കോയിൻസ്, പിന്നെ 2021 അത്ര അധികം കയറിയിട്ടില്ല. പക്ഷേ അതിന് പകരം 2020-21 വന്നിട്ടുള്ള കോയിൻസുകളാണ് കൂടുതൽ കയറിയത്. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി 2024-25 ഈ ആൾട്ട് സീസണിൽ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പഠിക്കണം. അതുപോലെ തന്നെ അത് ഫോക്കസ് ചെയ്തിട്ട് അതിൽ കോമൺ ആയിട്ട് കണ്ടെത്തുന്ന പോയിന്റുകൾ വെച്ചിട്ട് നമ്മൾ ഇപ്രാവശ്യത്തെ ആൾട്ട് സീസണിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ കുറേ കോയിൻസുകൾ മേടിച്ച് വെക്കലല്ല, ഈ 2023-24 വന്നിട്ടുള്ള പുതിയ കോയിൻസുകൾ ചുമ്മാ മേടിച്ച് വെക്കുന്നതല്ല ചെയ്യുന്നത്. ഒരുപാട് കോമൺ ആയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ നോക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 2021 പറഞ്ഞത് നല്ല നല്ല പ്രൊജക്റ്റുകളാണ് കയറി വന്നതുള്ളൂ. അതായത് സൊളാനോ പോലത്തെ പിന്നെ നല്ല ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ നല്ല രീതിയിൽ ബാക്ക് ചെയ്യുന്ന കമ്പനികളായിട്ടുള്ള ഈ മാന, അതായത് ഡീസെൻട്രലാൻഡ് മെറ്റാവേഴ്സിൻ്റെ പ്രൊജക്റ്റുകൾ, അതുപോലെ ഗെയിം ഫൈ ആയിട്ടുള്ള കൂടുതൽ മെറ്റാവേഴ്സ് ആയിരുന്നു 2021 ട്രെൻഡ് ഉണ്ടായിരുന്നത്. 2017 ട്രെൻഡ് ആയത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ ടോപ്പ് 500 കോയിൻസാണ് 10,000-20,000% കയറി തോന്നുന്നു. ആ ഒരു സംഭവം വെച്ചിട്ട് 2021 അതുപോലെ നടന്നിട്ടില്ല. കാരണം 2021 ടോപ്പ് 500 കോയിൻസിൽ കയറിയത് പലതും ഈ പറഞ്ഞ പോലെ അതിനും താഴെ കിടക്കുന്നതും അതുപോലെ തന്നെ വലിയ റാങ്ക് ഇല്ലാത്ത കോയിൻസുകളായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ ഈ പറഞ്ഞ പോലെ മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളും നല്ല ബാക്ക് ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഇൻഫ്ലുവൻസർ ഉള്ളത്. അതായത് ഡോജി ഒരു മീം കോയിൻ ആയാൽ പോലും അതൊരു ഇലോൺ മസ്ക് ആണ് അതിൻ്റെ ബാക്ക് ചെയ്തത്, മീൻസ് അത് ബൈ ചെയ്തതും അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പാർട്ട്ണറായിട്ട് നിന്നതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കുറേ കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കോമൺ അല്ല, ഓരോ 2017 ഉണ്ടായിരുന്ന അതേപോലെ 2021 സംഭവിച്ചു. 2021 പോലെ ആയിരിക്കില്ല അപ്പോൾ 2024-25 സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രാവശ്യത്തെ കോമൺ ആയിട്ട് നമ്മൾ ഈ രണ്ട് ആൾട്ട് സീസണിൽ കോമൺ ആയിട്ട് സംഭവിച്ച കാര്യങ്ങളാണ് ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? 2017 അല്ലാത്ത, അതായത് ആൾട്ട് സീസണിലല്ല ഉണ്ടാവാത്ത കോയിൻസുകളാണ് 2021 കയറി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ കോമൺ ആയിട്ട് എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ നോക്കിയപ്പോൾ 2019 വന്നിട്ടുള്ള കോയിൻ 2020 ഒക്കെയുള്ള കോയിൻസുകൾ ഇതാ ഓൾ ടൈം ഹൈ, അതായത് 2021 ആൾട്ട് സീസണിൽ ഇതാ ഓൾ ടൈം ഹൈ, ഇതിപ്പോൾ ഇതാ ഡോജിയാണ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തപ്പോഴാണ് കയറി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ ചാർട്ടൊക്കെ ബ്ലാക്കിലാണ് ഇട്ടിരിക്കുന്നത്, ഡാർക്ക് തീമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് വൈറ്റ് തീമിലോട്ട് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇപ്പോൾ കുറച്ചും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് ഓൾ ടൈം ഹൈ ഒക്കെ ഇവിടെ ബ്രേക്ക് ആവുന്നുണ്ട്. ഈ ഒരു ഓൾ ടൈം ഹൈ, ഇവിടെ ഓൾ ടൈം ഹൈ, ഇതൊക്കെ 2020 സംഭവിക്കുന്ന കേട്ടോ. നമുക്ക് 21 സ്റ്റാർട്ടിങ്ങിലായിരുന്നല്ലോ നമ്മുടെ ആൾട്ട് സീസൺ സ്റ്റാർട്ടിങ് ആയി വന്നത്. 2020 ഡിസംബറായി. ഓക്കെ, നമ്മളിതാ ഡിസംബർ 31 ഇതാ 1-ാം തീയതി ആൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തൊരു ടൈം ഇതാ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു ശതമാനമാണ്, ഏകദേശം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെയൊക്കെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ 5,000%, 5,500%ഒക്കെയാണ് കയറിപ്പോയത്. സൊളാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം, ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്നതും കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഇല്ലാത്ത കോയിനുകളാണ് എന്ന് മനസ്സിലായി. അപ്പോൾ 2 പോയിന്റ് നമുക്ക് കോമൺ ആയിട്ടുള്ളത് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഈ ആൾട്ട് സീസണിൽ, അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. ഫസ്റ്റ് ഒരു ഇൻട്രോ ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, ഒന്ന് റീക്യാപ്പ് പോലെ, കാരണം മൈൻഡിലോട്ട് കഴിഞ്ഞ വീഡിയോ ഒന്ന് മനസ്സിലോട്ട് കയറി വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സാൻഡയും മാന ഇതൊക്കെ ഇങ്ങനെ തന്നെ സംഭവിച്ചാണ് 2017 ഇല്ലാത്ത കോയിൻസ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് 2021 ആൾട്ട് സീസൺ, കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഇല്ലാത്ത കോയിൻസുകൾ ഈ ആൾട്ട് സീസണിൽ ഏതൊക്കെയാണ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലോട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് ഒരു കുട്ടിക്കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഈ 2017-18 നമ്മളെങ്ങനെയാണ് ആൾട്ട് സീസൺ മനസ്സിലാക്കിയത്? ഇതിൻ്റെ ഡൊമിനൻസിൻ്റെ കറക്റ്റ് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ആ ഒരു ക്രാഷിൽ നിന്നാണ് നമ്മളിത് രണ്ടും മാർക്ക് ചെയ്ത് വന്നത്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ 2021 നമ്മൾ മാർക്ക് ചെയ്ത് വന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു 2024? നമുക്ക് ആ ആൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തോ 2024? ഇല്ല, ആൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് ഞാൻ ജനുവരി 1-ാം തീയതിക്കാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ലൈൻ ഇട്ടതിൻ്റെ ഒരു ആവശ്യം പറയണം. അതായത് ഈ ഒരു ആൾട്ട് സീസൺ ഉണ്ടായതിനു ശേഷം ഒരു 4 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ആൾട്ട് സീസൺ വന്നത്. അപ്പോൾ ഈ 2021 ഒരു 4 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 2024-25 ആ ഒരു ടൈമാണ്. അങ്ങനെയാണ് ഈ ലൈൻ ഇട്ട്, അല്ലാതെ നമ്മൾ ഡൊമിനൻസിൻ്റെ കറക്റ്റ് ഒരു ക്രാഷ് പോയിന്റ് എന്നല്ല പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൾട്ട് സീസൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പ്രോപ്പർ സ്റ്റാർട്ടിങ്ങിലാണോ നിൽക്കുന്നത്? അല്ലേ? കാരണം ഡൊമിനൻസ് എന്താ കയറി പോവുകയാണ് ചെയ്യുന്നത്. ഡൊമിനൻസ് ഇറങ്ങി നല്ല രീതിയിലൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് അല്ല, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഒരു ലോവർ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുമ്പോഴാണ് ഡൊമിനൻസ് സ്ട്രോങ് ആയി വന്നേ എന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മളിവിടെ ചുമ്മാ ഒരു ലൈനിട്ട് ഈ 4 വർഷത്തെ ഒരു ഗ്യാപ്പ് കൊണ്ട് മാത്രം അങ്ങനെ നമ്മൾ ഇടുന്നത് ശരിയാണോ? ശരിയല്ല. കാരണം 2017 ഉണ്ടായിരുന്ന ആൾട്ട് സീസൺ ഉണ്ടായിരുന്ന അതേപോലെയല്ലല്ലോ 2021 സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ പ്രകാരം കഴിഞ്ഞ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ കുറേ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനിൽ അത് മാച്ച് ആവണമെന്ന് യാതൊരു രീതിയിലുള്ള നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഉണ്ടായ ആൾട്ട് കോയിനുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുകയാണെന്നില്ല, ഈ 2021 ഈ നല്ല ബാക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആൾട്ട് സീസണിൽ നമ്മൾ നല്ല ബാക്ക് ചെയ്യുന്ന കമ്പനി നോക്കേണ്ട, കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നല്ല ടോപ്പായിട്ടുള്ള റാങ്കും നോക്കേണ്ട. നമ്മുടെ ആവശ്യം മറ്റേതാണ്, അതായത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്ന ആ ഒരു സംഭവമാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഡൊമിനൻസ് കറക്റ്റ് പ്രോപ്പറായിട്ട് ഇറങ്ങിയോ എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എവിടെയും ഡൊമിനൻസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഒന്നും ഒരിക്കലും ഇറങ്ങിയിട്ടില്ല. ക്രാഷ് പല ഭാഗത്തും നമ്മളിങ്ങനെ ചെറിയ ചെറിയ കുട്ടി ക്രാഷുകളൊക്കെ കാണുന്നുണ്ടെങ്കിലും
നമ്മുടെ എന്താ പറയുക ഈ ഡൊമിനൻസ് ഒരു ലോവർ ഹൈനൊന്നും ഒരിക്കലും ബ്രേക്കായി കാണുന്നില്ല. അപ്പോൾ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ മാസം 8-ാം തീയതി മെയ് മാസം 8-ാം തീയതി നല്ലൊരു ക്രാഷ് കണ്ടു. അതിനുശേഷം കണ്ടിന്യൂസിൽ ഇത് ഡെയിലി കാൻഡിലാണ് ഇട്ടിരിക്കുന്ന, കണ്ടിന്യൂസിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രാഷ് കണ്ടു. അതിനുശേഷം എന്തുണ്ടായ മുകളോട് തിരിച്ച് കയറി. ഇതാണ് നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ. അവിടേക്കൊന്നും എത്തിയിട്ടില്ല, പക്ഷേ ഇവിടെ ഒരു കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകുമ്പോൾ ഇത്തരം കാര്യം നോക്കിയിട്ട് വേണം അവിടെ അത് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ക്രാഷ് ഇങ്ങനെ വന്നു. ഈ ഒരു ക്രാഷ് വന്നിട്ട് ഈ ഒരു ലെവൽ, അതായത് ഞാൻ ഡ്രോ ചെയ്ത് കാണിക്കാം, ഈ ഒരു ലെവല് ഈ ഒരു ലെവലിൻ്റെ താഴെ ഈ ഒരു ഡൊമിനൻസ് ഇറങ്ങി വന്നാലാണ് നമുക്കൊരു ലോവർ ഹൈ ബ്രേക്കിംഗ് കാണാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മേജറായിട്ടുള്ളൊരു പോയിൻ്റ് ഇതാണ്. അതായത് ഈ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജറായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം. കണ്ടില്ലേ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു, അതൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. ഇപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് പോലെ താഴത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ശരിക്കും ഇവിടം വരെ ഇറങ്ങിയിട്ട് നമ്മൾ മേടിക്കുന്നതാണ് ബെസ്റ്റ് ടൈം. അതായത് നമ്മുടെ ഈ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ള ഈ ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ആവുന്നതെന്ന് പറഞ്ഞു. കാരണം ഇതിലെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഡൊമിനൻസ് 2021 സ്റ്റാർട്ടിങ് ചെയ്തത് എവിടെ നിന്നാണ്? 2021 സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ 31 ഇറങ്ങിയതാണ്. ഈ ലൈനാണ് ജനുവരി 1-ാം തീയതി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്നാണ് നമ്മുടെ ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ആയി നോക്കിയൊക്കെ. ജനുവരി 1 കണ്ടില്ലേ ഓൾ ടൈം ഹൈ. സൊളാനും എല്ലാ പോയിൻറ്റ്സും സെയിം ഡേയിലായിരിക്കില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഇവിടെ ജനുവരി സൊളാനോ അല്ല, സൊളാനോ ഓൾ ടൈം ഹൈയിലാണ് ഇയറിലോട്ട് വന്നത്. ഏകദേശം ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കായി എന്നൊക്കെ പറയുന്നത് ഫെബ്രുവരി മാസമാണ്. അപ്പോൾ പക്ഷേ കോമൺ ആയിട്ട് എല്ലാ കോയിൻസുകളും എവിടെയാണ് ബ്രേക്ക് ചെയ്തതെന്ന് നമുക്ക് നോക്കണ്ടേ. കോമൺ ആയിട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അതിവിടെ ബ്രേക്ക് ഔട്ട് ഉണ്ട്, ജനുവരി 21 അതുപോലെ മാന നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു ഡൊമിനൻസിൻ്റെ ഒരു ഡേറ്റ് വെച്ച് നോക്കാനായിട്ട് ഡൊമിനൻസ് ഇറങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആ ഒരു സമയത്ത് നിന്ന്. ഇവിടെ എങ്ങനെ ജനുവരി 7-8. അപ്പോൾ ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ കുറച്ച് കോയിൻസുകളൊക്കെ നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു 8-ാം തീയതി ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ ഡൊമിനൻസ് ഇവിടെ ഇറങ്ങി. അപ്പോൾ കുറേ ആൾട്ട് കോയിനുകൾ നല്ല രീതിയിൽ കയറി വരുന്നതായിട്ട് നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8-ാം തീയതി ആണ് ഇറങ്ങിയത്. അതായത് കഴിഞ്ഞ മാസം തുടങ്ങിയുള്ള ഓൾ ടൈം ഹൈകളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഒരു ഡൊമിനൻസ് കയറുമ്പോൾ ആൾട്ടുകളൊക്കെ അവിടെ ഹെവി ക്രാഷാണ്. അപ്പോൾ അവിടെ ഒരു 100 കോയിൻസ് 500 കോയിൻസ് ഇങ്ങനെ ഹെവി ആയിട്ട് ക്രാഷ് ആകുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കോയിൻസ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്നതുകൊണ്ട് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഇവിടെ ആൾട്ട് സീസൺ 2021 ആൾട്ട് സീസണിൽ എല്ലാ കോയിൻസും ഒരേ മന്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത്. അതായത് ജനുവരിയിലാണ് ഓൾമോസ്റ്റ് എല്ലാ കോയിൻസും കയറി പോയത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മെയ് മാസം ഡൊമിനൻസിൻ്റെ ഒരു ക്രാഷ് കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്ക് മെയ് മാസം മുതൽ, അതായത് മെയ് 1-2 മെയ് 8-ാം തീയതി മുതൽ ഇന്നത്തെ ദിവസം വരെ ഓൾ ടൈം ഹൈകളൊക്കെ ബ്രേക്കായി നിൽക്കുന്ന ഒരു വൈബുള്ള ആൾട്ട് കോയിനുകൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഡൊമിനൻസ് വെച്ചിട്ട് ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ പഴയ ആ 2 കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഓൾ ടൈം ഹൈയും അതുപോലെ 2021 ആൾട്ട് സീസണിൽ ഇല്ലാത്ത കോയിൻസും, ഈ 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇനി നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലോട്ട് കടക്കുന്നത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ടൂളാണ് ക്രിപ്റ്റോ റാങ്ക്. ഈ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇല്ലാത്ത അഡ്വാൻസ്ഡ് കുറച്ച് ഫീച്ചേഴ്സ് ഇതിൽ കൂടുതലാണ്. അതുമാത്രമല്ല ഇതിൽ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു കാര്യങ്ങൾ. പക്ഷേ നമുക്കത് പ്രീമിയം എടുക്കണമെങ്കിൽ ഏകദേശം $50 ചിലവുണ്ട്. അപ്പോൾ അത് വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് പ്രകാരം തന്നെയാണ് കുറേ റാങ്ക് വൈസിൽ തന്നെയാണ് കോയിൻസുകൾ കിടക്കുന്നത്. എന്നിരുന്നാലും ചില കോയിൻസുകളുടെ റാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൂടി കുറഞ്ഞ ഇരിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രിപ്റ്റോ റാങ്കിൻ്റെ ഹോം പേജിലോട്ട് വരിക. അതിനുശേഷം നമ്മളിവിടെ ഷോ ഓപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് മാക്സിമം ഇടാം, അതായത് മാക്സിമം കോയിൻസുകൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഫിൽറ്റർ, ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു സംഭവം. നമുക്ക് ഈ 2021 കോയിൻസുകൾ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഓൾ ടൈം ഹൈ ബ്രേക്കായി മെയ് മാസം മുതൽ ഓൾ ടൈം ഹൈ ഏതൊക്കെയാണ് ബ്രേക്കായി നിൽക്കണേ എന്നുള്ളൊരു കാര്യം. പിന്നെ സർക്കുലേറ്റിംഗ് സപ്ലൈ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നോക്കേണ്ട കാര്യമില്ല എന്നുണ്ട്. ഇതിൻ്റെ ഒരു 3 വീഡിയോ ബാക്കിലായിരിക്കും, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഫിൽറ്ററിൽ ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ലേഔട്ട് എടുത്തതിന് ശേഷം ഇതിൻ്റെ കോയിൻ്റെ റാങ്ക് എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, കോയിൻ്റെ നെയിം കാണണമെന്ന് ആഗ്രഹമുണ്ട്, പ്രൈസ് കാണണമെന്ന് യാതൊരു ആവശ്യമില്ല, മാർക്കറ്റ് ക്യാപ്പ് നോക്കണമെന്നുണ്ട്, സർക്കുലേറ്റിംഗ് സപ്ലൈയുടെ കാര്യം എനിക്ക് അറിയണമെന്നില്ല, പ്രൈസ് ചേഞ്ച് ഇന്നത്തെ ദിവസം എത്ര ശതമാനം കയറി നിൽക്കുന്നതാണെന്ന് അതെനിക്ക് അറിയേണ്ട കാര്യമില്ല, വോളിയം അറിയേണ്ട കാര്യമില്ല, ഗ്രാഫ് കാണേണ്ട കാര്യമില്ല. ഗ്രാഫ് മീൻസ് ഇതിൻ്റെ ഗ്രാഫ് കറക്റ്റ് ക്യാൻഡിൽ ഗ്രാഫല്ല, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് കോയിൻ്റെ പേര് ലാസ്റ്റ് അറിഞ്ഞാൽ മതി. മാർക്കറ്റ് ക്യാപ്പ് ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. ഞാൻ അപ്ലൈ കൊടുത്തപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളുള്ളൂ. ഇനി നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് മറ്റ് പല കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾ ടൈം ഹൈ ബ്രേക്കായി നിൽക്കുന്ന കോയിൻസുകളെല്ലാം അറിയേണ്ടത്. അപ്പോൾ ഞാനിതാ ഓൾ ടൈം ഹൈ ഡേറ്റ്, ഏത് ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു മെയ് മാസം 8-ാം തീയതി മുതലുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാൻ 8H കൊടുത്തു. 8H ഡേറ്റാണ് കൊടുത്തത്, ഓൾ ടൈം ഹൈ ഉണ്ടായിട്ടുള്ള ഒരു ഡേറ്റാണ് കൊടുത്തത്. അത് ഞാൻ ഫസ്റ്റിലോട്ട് കൊടുത്തിട്ടു. ഓക്കെ, പിന്നെ എനിക്ക് അറിയേണ്ടത് ഇപ്പോഴത്തെ, അതായത് നമുക്ക് വേറൊരു കാര്യം അറിയണമെന്നുണ്ട്. അതായത്
ഈ കോയിനുകളൊക്കെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആയത് ജനുവരി 7-നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം ഒരു ഇറക്കം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഇറക്കം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ കോയിൻസ് നമ്മൾ നോക്കുമ്പോൾ ഓൾ ടൈം ഹൈ അതിന് ശേഷം നല്ല രീതിയിൽ താഴത്തോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു തരാം, ഇവിടെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ താഴത്തോട്ട് മെഷർ ചെയ്യണം കേട്ടോ. താഴത്തോട്ടല്ല ആക്ച്വലി മെഷർ ചെയ്യേണ്ട, ഏറ്റവും പ്രീവിയസ് അതിന് ഈ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആയതിനു ശേഷം ഒരു ഡംപിങ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ഡംപിങ്ങിൻ്റെ ലോവറിൽ നിന്ന് ഈ ഓൾ ടൈം ഹൈയുടെ ഹയസ്റ്റിലോട്ട് നോക്കാം. അപ്പോൾ എത്ര 99, അതായത് 100% ഉണ്ട് ഓൾ ടൈം ഹൈയിലോട്ട്. ഇനി ഇത് തിരിച്ച് കയറാൻ. അപ്പോൾ ഇന്നതുകൊണ്ട് നമ്മളിത് മോശം കോയിനാണോ? അല്ല. ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്ക് ആയി, അതിനുശേഷം ഒന്ന് കറക്ഷൻ വന്നു, അതിനുശേഷം വീണ്ടും ഓൾ ടൈം ഹൈ വന്നു, പിന്നീട് നമ്മൾ വലിയ ഹ്യൂജ് പമ്പിങ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസിൽ നിന്ന് 100% വേണം ഓൾ ടൈം ഹൈയിലോട്ട്. അപ്പോൾ അത് മനസ്സിൽ വയ്ക്കാം. അപ്പോൾ നമുക്കത് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസിൽ നിന്ന്, കഴിഞ്ഞ മാസമാണ് ഈ ഓൾ ടൈം ഹൈകൾ നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റിൻ്റെ ആ ഒരു കോയിൻ്റെ പ്രൈസിൽ നിന്ന് ഓൾ ടൈം ഹൈയിലോട്ട് ഒരു 200% ആയാൽ പോലും നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? ഓൾ ടൈം ഹൈ മെയ് മാസം 8-ാം തീയതി മുതൽ കഴിഞ്ഞിട്ടുള്ള കോയിനുകൾ എടുക്കുക എന്നുള്ളൊരു ലക്ഷ്യവും 2021 ആൾട്ട് സീസൺ ഇല്ലാത്ത കോയിൻ എടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, ഈ 2 കണ്ടീഷൻസുകളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോയിൻസുകൾ മാക്സിമം സോർട്ട് ഔട്ട് ചെയ്തിട്ട് ആ ഫിൽട്രേഷനിൽ മാക്സിമം നമ്മുടെ കോയിൻസ് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓൾ ടൈം അതായത് കറൻറ്റ് പ്രൈസിൽ നിന്ന് 8Hലോട്ട് എത്ര ശതമാനം പറഞ്ഞു? ഇത് 100%. പല കോയിൻസും 100, 150, 170, 200 ഉണ്ട്. അപ്പോൾ ഞാൻ ആവറേജിൽ 200 എടുക്കുന്നത്. അപ്പോൾ 8H ഡേറ്റ് എടുത്തു. ഇനി പെർസെൻറ്റേജ് ടു 8H, ഇപ്പോഴും നമ്മൾ സംസാരിച്ചത് ഇതിനെ പറ്റിയിട്ടാണ്. പെർസെൻറ്റേജ് ടു 8H എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസിൽ നിന്ന് ടു 8Hലോട്ട് ഓൾ ടൈം ഹൈയിലോട്ട് എത്ര ശതമാനത്തിൻ്റെ റേഞ്ചിൽ നിൽക്കുന്ന കോയിൻസുകളാണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷൻ ഇട്ടു. അത് ഞാൻ 8H ഡേറ്റിൻ്റെ തൊട്ടടുത്ത് കൊണ്ടിട്ടു. പിന്നെ നമുക്ക് വേണ്ടത് വേറെ റാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഓൾറെഡി ഉള്ളതാണ്. നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടി. അപ്പോൾ നമുക്കിനി വേണ്ടത് ടോപ്പ് ആയിട്ടുള്ള കോയിൻസുകളൂടെ കാണിക്കുന്നുണ്ട്. ഏതൊക്കെ ബിറ്റ് കോയിൻ്റെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആയിരിക്കുന്നത് മെയ് മാസം 22-ാം തീയതിയാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ പറഞ്ഞ പോലെ കഴിഞ്ഞ മാസം ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആയ കോയിനാണ് ബിറ്റ് കോയിൻ. നമ്മൾ എന്തായാലും ഇതൊന്നല്ല എടുക്കുന്നത്, നമ്മൾ ആൾട്ട് കോയിനാണ് എടുക്കുന്നത്. നമ്മൾ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് നമ്മൾ ഇത്തരം കണ്ടീഷൻസ് മാത്രമല്ല, ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ഫിൽറ്ററിൽ. ബൈനാൻസിലുള്ള കോയിൻസ് മാത്രമേ ചൂസ് ചെയ്യുള്ളൂ നമ്മൾ നിർബന്ധം പിടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ MEXCയിലൊക്കെ അത്രയധികം സ്കാം ആയിട്ടുള്ള കോയിനുകൾ വരുന്നുണ്ട്. KuCoin, അതുപോലെ Gate.io, പിന്നെ ബിറ്റ്കറ്റ്, ബിറ്റ്മാർട്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ചും കൂടി റെപ്യൂട്ടഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ള, കുറച്ചും കൂടി ലിക്വിഡിറ്റി കൂടുതലുള്ള എക്സ്ചേഞ്ച് ആയിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ബൈനാൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സംസാരിച്ചത് ലേഔട്ടാണ്. നമ്മൾ ഫിൽറ്റേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഫിൽറ്റേഴ്സിലോട്ട് വന്നതിന് ശേഷം നമ്മൾ ട്രേഡിംഗ് ഓൺ കൊടുക്കുക. അതായത് ഏതൊക്കെ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന കോയിൻസ് മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ട്രേഡിംഗ് ഓണിൽ ബൈനാൻസ് സെലക്ട് ചെയ്ത് അപ്ലൈ കൊടുത്തു. പിന്നെ നമ്മൾ വേറെ കാര്യം എന്താ പറഞ്ഞത്? ഈ മാർക്കറ്റ് ക്യാപ്പ് 1 ബില്യണും 5 ബില്യണൊക്കെ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന കോയിൻസുകൾ അതൊരു 100% കയറണമെങ്കിൽ പോലും അതിൻ്റെ ഇരട്ടി മാർക്കറ്റ് ക്യാപ്പ് കയറണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൊളാനോ 100 ബില്യൺ മീതിയാണ് മാർക്കറ്റ് ക്യാപ്പ് അല്ലേ. അതുപോലെ നമ്മുടെ ഇതീറിയം 350 ബില്യൺ മീതിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ സൊളാനോ ഈ പറഞ്ഞ പോലെ ഒരു 100% മുകളിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ പോലും 200 ബില്യണിലോട്ട് കടക്കണം. 200 ബില്യൺ മാർക്കറ്റ് ക്യാപ്പിലോട്ട് കടക്കണം. അത്ര വലിയ ഫണ്ട് അതിലോട്ട് വരണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച കാര്യങ്ങൾ എന്തായിരുന്നു? ഒന്നാമത് ഒരുപാട് കഴിഞ്ഞ ആൾട്ട് സീസണിൽ ഉണ്ടായിരുന്നതിനേക്കാളും 10 മടങ്ങ് 20 ഇരട്ടി കോയിനുകളാണ് ഈ ഒരു ആൾട്ട് സീസണിൽ ഇരിക്കുന്ന കോയിനുകൾ. അത്രയധികം കോയിനുകളുണ്ട്. അപ്പോൾ വലിയ ഫണ്ടുകൾ ഒരുപാട് ഡൈവേഴ്സിഫൈ ആയി പോകുമ്പോൾ പല കോയിൻസും നമ്മൾ വിചാരിച്ച പോലെ കയറുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് സൊളാനോരെ പോലത്തെ ഒരു കോയിൻ 100 ബില്യണിൽ നിന്ന് 200 ബില്യണിലോട്ട് കടക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്നിരുന്നാലും അത് കടക്കില്ല എന്നല്ല പറയുന്നത്, കടക്കും. കാരണം നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു കോയിനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പോലെയുള്ള സാധാരണക്കാർക്ക് ചെറിയ കോയിനുകളാണ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ മാർക്കറ്റ് ക്യാപ്പുകൾ വരണം. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിന് കൂടുതൽ ചാൻസ് ബൈനാൻസിലുള്ള കോയിൻസ് ആകുമ്പോൾ കുറച്ചുകൂടി ചാൻസ് കൂടുതലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ബൈനാൻസിൽ നമ്മൾ ഓൾറെഡി ഒരു കണ്ടീഷൻ വെച്ചു. ഇനി നമ്മൾ വയ്ക്കാൻ പോകുന്നത് മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് 1 ബില്യൺ താഴെയുള്ളത് മതി. കാരണം കഴിഞ്ഞ ആൾട്ട് സീസണിൽ 2021 നമ്മുടെ സൊളാനയ്ക്കൊക്കെ ഏകദേശം ജാനുവരി സ്റ്റാർട്ടിങ്ങിലൊക്കെ 100 മില്യണാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത്. സാൻഡ് മാനയ്ക്കൊക്കെ 40 മില്യൺ താഴെയാണ്. അപ്പോൾ നമ്മളൊരു ആവറേജ് കണക്കിൽ 1 ബില്യൺ താഴെയുള്ള കോയിൻസ് വന്നാൽ മതി എന്ന് ഒരു കണ്ടീഷൻ വെക്കണം. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊളാനോ ഏകദേശം ജാനുവരി ഫസ്റ്റ് മന്ത്, അതുപോലെ ഫെബ്രുവരി സെക്കൻഡ് മന്തിന് മിഡിലായിട്ട് തന്നെ 1 ബില്യൺ ഈസി ആയിട്ട് കടന്നു. അതിനുശേഷം 2021 ലാസ്റ്റ് ആകുമ്പോഴേക്കും 12 ബില്യണിലോട്ട് പോയി. 1 ബില്യൺ നിന്ന് 12 ബില്യൺ എന്ന് പറയുമ്പോൾ പോലും 1200% കയറി ഇല്ലേ. അപ്പോൾ അത് തന്നെ 1200%, അതായത് 12x കയറി.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ 1 ബില്യൺ നമ്മൾ ആവറേജ് എടുക്കണം. അപ്പോൾ നമ്മൾ ഫിൽറ്റേഴ്സിൽ പോയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ട്രേഡിംഗ് ഓൺ ബൈനാൻസ് കൊടുത്ത് ബൈനാൻസിലുള്ളത് മാത്രം കൊടുത്ത് ഇനി മാർക്കറ്റ് ക്യാപ്പിൽ നമുക്ക് 1 ബില്യൺ ഉള്ള താഴെയുള്ള കോയിൻസ് മാത്രം വന്നാൽ മതി. ഇപ്പോൾ ഇവിടെ 10 ബില്യൺ എടുക്കുന്നത്, ഞാൻ 1 ബില്യൺ ആക്കി കൊടുക്കും. 1 ബില്യൺ താഴെയുള്ള കോയിൻസുകൾ മാത്രം ഫ്രം നമ്മൾ കൊടുക്കുന്നില്ല. 1 മില്യൺ ആയാലും കുഴപ്പമില്ല, നമുക്ക് മാക്സിമം 1 ബില്യൺ ഉള്ളിലുള്ള കോയിൻസ് വന്നാൽ മതി. അപ്പോൾ ഫിൽറ്റേഴ്സിൽ നമ്മൾ 2 ഫിൽറ്റേഴ്സിൽ 2 ഫിൽറ്ററാണ് കൊടുത്തിരിക്കുന്നത്, അതായത് ബൈനാൻസും മാർക്കറ്റ് ക്യാപ്പ്. ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളോട് മാറ്റം കണ്ടു. അതായത് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആയിരിക്കുന്നത് മാർച്ച് 31, 2024 വിഫ് എന്ന് പറഞ്ഞ കോയിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മെയ് മാസം മുതലുള്ള ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആയിട്ടുള്ള കോയിൻസാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെ, പിന്നെ പെർസെൻറ്റേജ് ടു ETH 200% കോയിൻസ് മതി എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഈ 2 സംഭവം നമ്മുടെ മൈൻഡിൽ ഇത് മാത്രം മതി. അപ്പോൾ ഞാൻ ETHൻ്റെ അവിടെ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്ന പോലെ ഞാൻ അവിടെ ഡിസെൻഡിങ് ഓർഡറിലിട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 30 മെയ്. ഓക്കെ, 30 മെയ് നമ്മുടെ ദിവസമല്ലേ? അതെ, നമ്മുടെ ദിവസമാണ്. അതായത് നമുക്ക് മെയ് 8 മുതലുള്ളതാണ് നോക്കേണ്ടത്. 28 മെയ് നമ്മുടെ ദിവസമാണ്. അതുപോലെ 26, 21, മെയ് 5, മെയ് 8. ഓക്കെ, മെയ് 8 മുതൽ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എത്ര കോയിൻസ് ഉണ്ടാകുക? 1, 2, 3, 4, 5, 6, 7, 8, 9 കോയിൻസ് ഉണ്ട്. ഇതിൽ WCT എന്ന് പറഞ്ഞ കോയിൻ ഈ അടുത്തൊരു സ്കാം അല്ല, മീൻസ് അവരൊരു വലിയൊരു ഹ്യൂജ് സെൽ ഓഫ് നടന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസിൽ നിന്ന് ഓൾ ടൈം ഹൈയിലോട്ട് 162 ഉള്ളൂ. നമ്മളെന്താ പറഞ്ഞ നേരത്തെ 200 വരെ നമുക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും 200 മീതി ഉണ്ടാ 188 കാണുന്നുണ്ട്. ഹൂമ എന്ന് പറഞ്ഞിട്ട് ഹൂമ ഫൈനാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്ര കോയിൻസ് ഉണ്ട്? ഇത്ര ഈ പറഞ്ഞ പോലെ 2, 4, 6, 8, ഓക്കെ 9 കോയിൻസിൻ്റെ അടുത്ത് നമുക്കുണ്ട് ഇല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഈ 9 കോയിൻസ് അല്ല ഏറ്റവും ബെസ്റ്റ് കോയിൻസ്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഈ 9 കോയിൻസാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനുള്ളൂ. ഇനിയും ഇതിൽ കോയിനുകളുടെ എണ്ണം കൂടാം. കാരണം നമുക്ക് ആൾട്ട് സീസൺ സ്റ്റാർട്ട് ചെയ്തില്ല. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഡൊമിനൻസിൻ്റെ ഒരു കേസ് പറഞ്ഞില്ല. ഇവിടെ ഡൊമിനൻസ് പ്രോപ്പറായിട്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക നമുക്ക് ഇപ്പോഴും കറക്റ്റ് കിട്ടിയിട്ടില്ല. നമ്മളിവിടെ 2024 അല്ലെങ്കിൽ 25 ഡൊമിനൻസ് ഇനി ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരിക്കണം. അത് ഇതിൻ്റെ റീസണാണ്. കഴിഞ്ഞ 6 ബുൾ സൈക്കിളുകൾ 4 വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതൊരൊറ്റ കാര്യം കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഡൊമിനൻസ് ഇറങ്ങുന്നത് കഴിഞ്ഞിട്ട് കണ്ടിട്ട് ഹ്യൂജ് ബ്രേക്കൗട്ട് കണ്ടിട്ടൊന്നുമല്ല. നമുക്ക് ആവറേജിന് ഡൊമിനൻസ് ഇറങ്ങുന്നത് എത്രയൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഈ 2017 ആവറേജ് ഇറങ്ങിയിരിക്കുന്നത് 60% ഇറങ്ങിയിട്ടുണ്ട്. 2021 എത്ര ഇറങ്ങിയിരിക്കുന്നത്? 46 ഇറങ്ങിയിരിക്കുന്നത്. അതായത് 60 ഇറങ്ങിയിരിക്കുന്നത്, പിന്നെ 45 ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരാൾട്ടിക്സിൽ എത്രയായിരിക്കും ഇറങ്ങാൻ കിടക്കുന്നത്? ഓക്കെ, ഒരു 32 ഇറങ്ങാൻ കിടക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ് ആൾട്ട് സീസണിൻ്റെ പീക്ക് ലെവൽ എത്താണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. ഈ ലോവറിലേക്ക് ഞാൻ എന്തുകൊണ്ട് ഇട്ടു? കാരണം ഈ 2017 ഒരു ലോവർ ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സെയിം ലോവറിലോട്ട് 2021 വന്നിട്ടുണ്ട്. അതുകൊണ്ട് 2025 സെയിം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഹൈ അങ്ങനെയല്ല കിടക്കുന്നത്. ഹൈ ഇവിടെയാണ് കിടക്കുന്നത്. ഈ ഒരു ഹൈയിലോട്ട് ഇവിടേക്ക് വന്നിട്ടില്ല. ഓരോ സീസൺ ആകുമ്പോഴും ഡൊമിനൻസിൻ്റെ ഒരു ഹൈ ലെവൽ കുറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 4 വർഷത്തെ ഗ്യാപ്പ് കുറച്ചൊക്കെ ഇവിടെ സിമിലറായി വരുന്നില്ല. ഇവിടോട്ട് വരണമെന്ന് നിർബന്ധമില്ല. കാരണം ഇവിടെ വരെ വന്നിട്ട് താഴത്തോട്ട് വരാം. ഈ 4 വർഷത്തെ സൈക്കിൾ, 4 വർഷത്തെ ഗ്യാപ്പ് അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവരുടെ പ്രഡിക്ഷൻസും കറക്റ്റ് ആവാൻ ചാൻസ് കുറേ ഉണ്ട് ഇല്ലേ? കാരണം കഴിഞ്ഞ 2021 വന്നപ്പോൾ ഈ ഓൾ ടൈം ഹൈ ഇവിടേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഓരോ സീസൺ വരുന്നതോറും ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്ക് ആവുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അത് മാത്രമല്ല എല്ലാ ആൾട്ട് സീസണിലും ഇവിടേക്ക് വന്നിട്ടുണ്ട്. ലോവറിലേക്ക് എല്ലാം ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും ലോവറിലേക്ക് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡൊമിനൻസ് നമുക്കൊരു ആവറേജ് 30 മുതൽ 35 വരെ നമുക്ക് പിടിക്കാം. 35 നമ്മുടെ പീക്ക്. 30 മുതൽ പീക്കാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലെത്തുമ്പോൾ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന കോയിൻസ് കയറിയാലും ഇല്ലെങ്കിലും നിങ്ങളത് ലോസ് ആണെങ്കിലും നിങ്ങളത് സെല് ചെയ്ത് ഒഴിവാക്കണം. കാരണം പിന്നീട് അത് വലിയൊരു ക്രാഷിലോട്ട് വീണ്ടും കടക്കാൻ പോകുന്ന ഒരു ടൈമിലോട്ട് നമ്മൾ കടക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻഫോർമേറ്റീവായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നമുക്കൊന്നും മിസ്സായി പോകരുത്. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഈ ഒരു കോയിനുകളല്ല പറഞ്ഞാൽ ഇത് WCT ഇങ്ങനെ കുറച്ച് കോയിൻസുകളുണ്ട്. അപ്പോൾ ഈ കോയിൻസുകളൊക്കെ ഒന്ന് നമുക്ക് എടുത്ത് നോക്കിയൊക്കെ. WCT 172% ഉണ്ട് ഇപ്പോഴത്തെ പ്രൈസിൽ നിന്ന് ഓൾ ടൈം ഹൈയിലോട്ട് എത്താൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ക്രിപ്റ്റോറാങ്കിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ ചെറിയ ബഗ്ഗുകളും ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നോ യാതൊരു നിർബന്ധമില്ല. ഈ ഓൾ ടൈം ഹൈയുടെ ഡേറ്റും നിർബന്ധമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കാശാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മുടെ കാശ് സേഫാക്കാൻ വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെയുള്ളൂ. അപ്പോൾ നമ്മളിതൊക്കെ എന്ത് ചെയ്യണം? ചാർട്ടിൽ പോയി ചെക്ക് ചെയ്യണം. ഇവർ പറഞ്ഞ പോലെ ഈ 30-ാം തീയതി ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ടോ, അത് ബൈനാൻസിലുള്ള കോയിൻസ് തന്നെയാണോ? അപ്പോൾ നമ്മളിതൊക്കെ ഫിൽറ്ററിൽ ബൈനാൻസിലുള്ളത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഇവരുടെ ബഗ് കാരണം പല കാര്യങ്ങളും പ്രഡിക്ഷൻസ് ഇവർ പറയുന്നതും ചില രീതിയിൽ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ ചെയ്യുക? നമ്മളിതൊക്കെ ചാർട്ടിലെടുത്ത് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കുന്നത് WCT 30-ാം തീയതി ആണോ നമുക്കിവിടെ പോയിരിക്കുന്നത് നോക്കണം. അപ്പോൾ ഞാനിവിടെ WCT നോക്കണം. ഓക്കെ, WCT ഞാനെടുത്ത് 30-ാം തീയതി മെയ് മാസത്തിലോട്ട് പോകണം. 30 മെയ് മാസം. ഓക്കെ, 30 മെയ് മാസം നോക്കിക്കേ ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് 30-ാം തീയതി നമുക്ക് കാണുന്നുണ്ട്. എന്നിരുന്നാൽ 30-ാം തീയതി ആണ് ഇവിടെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആയിരിക്കുന്നത്? അല്ല, 30-ാം തീയതി അല്ല ക്രിയേറ്റ് ആയിരിക്കുന്നത്.
സംഭവം ക്രിയേറ്റ് ആയിരിക്കുന്നതാ എന്നാൽ 20-ാം തീയതിയാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. നമ്മളവിടെ കാണിച്ചെത്രയാണ്, നമ്മളവിടെ കണ്ടത് എത്രയാണ്, 30-ാം തീയതി മെയ് ആണ് കണ്ടത് അല്ലേ. എന്നാൽ ഇവിടെ അങ്ങനെയാണോ, 20-ാം തീയതി കണ്ടു. അപ്പോൾ 20-ാം തീയതി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദിവസമാണ്. നമ്മുടെ 8-ാം തീയതിയുടെ ഏറ്റവും ബെസ്റ്റ് ഡേ അല്ലേ, മെയ് 8 ആണ് നമ്മുടെ ബെസ്റ്റ് ഡേ. എന്നാൽ നമ്മളിത് ഈ പറഞ്ഞ പോലെ ഈ മെയ് മാസം 20-ാം തീയതി നമ്മൾ ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിയേ എത്ര വരെ കയറി, 87% കയറിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ എത്ര ഇറങ്ങി നിൽക്കുന്നത് എത്രയാണ്, 29-30% ഇറങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾ ഇവരുടെ ആ ഒരു ക്രിപ്റ്റോ റാങ്ക് പ്രകാരം നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനം ഇറങ്ങിക്കണം, 63%, മറ്റൊരു 30 ഇറങ്ങി നിൽക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചാർട്ടിൽ പോയി കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമ്മുടെ ഇതിൽ ഇങ്ങനെ തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ മെയ് മാസം 30-ാം തീയതിയാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ അറിയുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് 30-ാം തീയതി ആണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഇവിടെ മെയ് മാസം 20-ാം തീയതി അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റി മിസ്സായി. പക്ഷേ ഇവരിൽ ഇത് ഇങ്ങനെയാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്നും എല്ലാ കോയിൻസ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കൊരു കാര്യം ചെയ്യാം. മെയ് മാസം ഈ 20-ാം തീയതി എത്രത്തോളം ശതമാനം കയറി, 25% കയറി. ഞാൻ അവിടെ കഴ്സർ വയ്ക്കുമ്പോൾ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട് കേട്ടോ, നോക്കിക്കേ. ഞാൻ വയ്ക്കുമ്പോൾ കണ്ടില്ല, മുകളിൽ കാണിക്കുന്നുണ്ടല്ലേ, 25% ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് നടന്നു അല്ലേ. അപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു 25% എന്ന് പറയുന്നത് വലിയൊരു പെർസെൻറ്റേജാണ്. അപ്പോൾ നമ്മുടെ ബൈനാൻസിൽ മാർക്കറ്റിൻ്റെ പേജിൽ ടോപ്പ് ഗെയിനേഴ്സിൻ്റെ സെക്ഷനിൽ ഈ ഒരു കോയിൻ അന്നത്തെ ദിവസം വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നും പോയിട്ട് നമ്മൾ ബൈനാൻസിൻ്റെ മാർക്കറ്റിൽ പോയി ക്ലിക്ക് ചെയ്ത് മാർക്കറ്റ് വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ടോപ്പ് ഗെയിനേഴ്സ് കൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം നമ്മുടെ ആപ്പിലും ഉണ്ട് കേട്ടോ. മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ഗെയിനേഴ്സ് കൊണ്ട് കാണാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം, മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ടോപ്പ് ഗെയിനേഴ്സിൽ 10 കോയിനുകളോട് കാണിക്കുന്നുണ്ട്. കണ്ടില്ല, 24 21 ഒരു കോയിൻ ഇവിടെ നിൽക്കുന്നുണ്ട്. മീന്ന് പറഞ്ഞിട്ടാണ് ആ കോയിൻ്റെ പേര്. അപ്പോൾ ഞാൻ ആ കോയിൻ്റെ പേര് ഒന്ന് സെർച്ച് ചെയ്യണം. മീന്ന് പറഞ്ഞിട്ടുള്ള കോയിൻ നമ്മൾ അവിടെ കണ്ടിട്ടില്ല, ഇതിൽ ക്രിപ്റ്റോ റാങ്കിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 25% കയറി നിൽക്കുന്നത്. അപ്പോൾ ഇത് ഓൾ ടൈം ഹൈലോട്ട് എത്തിയിട്ടുണ്ടോ, ഇല്ല, ഓൾ ടൈം ഹൈലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഓൾ ടൈം ഹൈലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ചെയ്യേണ്ട ഒരു റുട്ടീനാണ്. ടോപ്പ് ഗെയിനേഴ്സിലെ ഈ 10 കോയിൻസ് ചാർട്ടിലെടുത്ത് നോക്കുക. മനസ്സിലായി, 10 കോയിൻസ് ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഓൾ ടൈം ഹൈ പെട്ടെന്ന് അറിയാൻ പറ്റും. അതായത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട, നിർബന്ധമായിട്ട് ഡെയിലി ചെയ്യേണ്ടതായിട്ട് തന്നെയാണ് ഉള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോ റാങ്ക് ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഒരു കോയിനെ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, ആ ഒരു ലേഔട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അതൊക്കെ നിങ്ങളുടെ മൈൻഡിലോട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഞാൻ ഈ ഒരു ഭാഗം വിട്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലാണ്ട് നേരിട്ട് ഞാൻ മാർക്കറ്റിൻ്റെ കാര്യമാണ് ഇവിടുത്തെ ഈ കാര്യം പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിൽറ്റർ ഞാൻ അപ്ലൈ ചെയ്തതിൻ്റെ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ആ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മീൻ പറഞ്ഞൊരു കോയിൻ എടുത്തു. ഈ ഒരു കോയിൻ നമ്മളിപ്പോൾ വാങ്ങണോ, ഇത് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല ഓൾ ടൈം ഹൈലോട്ട് ഇനി എത്ര പെർസെൻറ്റേജ് കയറാണ്ട് നോക്കിയേ, 600%, 700, 500% ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിൽ നിന്ന് 200%-ഓളം മുകളിലോട്ട് മെഷർ ചെയ്താലുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഇല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യമൊക്കെ നമ്മുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. നമുക്ക് ഇനി സോഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സിറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, SYRUP, സിറപ്പ് എന്ന് തന്നെയാണോ പേര് എന്നറിയില്ല. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് നോക്കിയോളാം, SYRUP. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയോക്കെ, ഇവിടെ ഈ ഒരു കോയിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് ഇവിടെ നിൽക്കുന്നത്. എന്നിരുന്നാലും ഇത് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിൽ നിന്ന് ഓൾ ടൈം ഹൈയിലോട്ട് എത്രയുണ്ട്, 142 ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സംഭവം കൂടി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോയിൻ ലിസ്റ്റ് ആയതെന്നാൽ മെയ് 6-ാം തീയതിയാണ്. ഓക്കെ, മെയ് 8-ാം തീയതി നോക്കിക്കേ, മെയ് 8-ാം തീയതി ഒക്കെ നല്ല രീതിയിൽ അത് കയറി വരുന്നുണ്ട്. അതായത് ആ ഒരു വീക്കിൽ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല പുതിയ കോയിനാണ്, നല്ല രീതിയിൽ കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ പ്രകാരം പുതിയ കോയിൻസ് മേടിക്കാം, കുഴപ്പമില്ല. അതുപോലെ തന്നെ 2023-ലും 24-ലുള്ള കോയിനായാലും കുഴപ്പമില്ല. ഇപ്പോൾ 23-ലുള്ള കോയിനാണെന്ന് വിചാരിക്കാം. ആ കോയിൻ്റെ പേര് നോക്കിയപ്പോൾ ഓർമ്മയില്ല. 23-ലുള്ള ഏതൊരു കോയിനാണ് ഇപ്പോൾ നിങ്ങൾ മേടിച്ച് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾക്കത് മേടിക്കണോ വേണ്ടതെന്നുണ്ടെങ്കിൽ, ആ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് ഇപ്പോൾ ആ ചാർട്ടിൽ ഇപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത് എനിക്കറിയില്ല. ഇപ്പോൾ ഇങ്ങനെ ചാർട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിൽ നിന്ന് അതിൻ്റെ ഓൾ ടൈം ഹൈയിലോട്ടൊക്കെ അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിലെ വലിയ റേഞ്ച് ഉണ്ടെങ്കിൽ അവിടേക്ക് ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ 200-നുള്ളിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മേടിക്കാം. 2023-ലത്തെ കോയിനായിക്കോട്ടെ 24-ലെ കോയിനായിക്കോട്ടെ നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ. ഓക്കെ, ഞാനൊരു വിർച്വൽ എന്ന് പറഞ്ഞിട്ടൊരു കോയിനുണ്ട്. വിർച്വൽ ഞാൻ എടുത്തപ്പോൾ ഏകദേശം നോക്കിക്കേ, ഇവിടെ 8-ാം തീയതി മെയ് മാസം 8-ാം തീയതി ഇവിടെയാണ്. പക്ഷേ ഇവിടെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവും, നിങ്ങൾ കണ്ടില്ല, ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയി. ഇവിടെ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇവിടെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയതിനു ശേഷം നല്ല രീതിയിൽ കയറി പോകും, 200%-ഓളം കയറിപ്പോയി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോയിൻ ഓൾ ടൈം ഹൈ എന്നാണ് മെയ് 8-ാം തീയതി നോക്കി. ഓക്കെ, ഇതന്നെ മെയ് 8-ാം തീയതി ഇവിടെ ഒരു ഓൾ ടൈം ഹൈ, ഇതായിരുന്നു ഒരു പ്രീവിയസ് ഒരു ഹൈ. 8-ാം തീയതിക്ക് ശേഷമാണെന്ന് ഞാൻ പറഞ്ഞു. 8-ാം തീയതി ഇവിടെ ഒരു വിർച്വൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ടുണ്ട്. നമ്മളിത് 8-ാം തീയതി ഓൾ ടൈം ഹൈയിലെ പ്രൈസിൽ വാങ്ങി, ഇത് അവിടെ 25% കയറി. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ 8% മൈനസിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ മേടിക്കാൻ പറ്റുമോ? ഇപ്പോഴും മേടിക്കാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ പ്രൈസിൽ നിന്ന് ഓൾ ടൈം ഹൈയിലോട്ട് എത്രയാണ്, 33% ഉള്ളൂ. ഞാൻ പറഞ്ഞു 200% ആയിക്കോട്ടെ കുഴപ്പമില്ലാന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്രിപ്റ്റോ റാങ്ക് നിസ്സാരക്കാരനല്ല കേട്ടോ. ഞാൻ ബഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇതിലൊരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്.
ഇതിൽ കുറേ കോയിൻസ് നമുക്ക് വേറെയും കിട്ടും. ഇതിലിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ക്യാപ്പ് ഇതൊക്കെ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ടത് പെർസെൻറ്റേജ് ടു ATH. ഇപ്പോൾ ഞാൻ ATHൻ്റെ ഡേറ്റ് പ്രകാരമാണ് നോക്കിയിരിക്കുന്നത്. അതായത് മെയ് 8 ശേഷമുള്ള കോയിൻസുകൾ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ATHൻ്റെ ഡേറ്റ് ഇവിടെ കൊടുത്തു. അപ്പോൾ WCT 20 മെയ് ആണ് വന്നത്, പക്ഷേ ഇവിടെ 30 മെയ് കാണിക്കുന്നത്. അപ്പോൾ ഈ ATH ഡേറ്റ് ഇവിടെ കറക്റ്റ് പ്രോപ്പർ അല്ല. എന്നാൽ പെർസെൻറ്റേജ് ടു ATH പിന്നെയും കുറച്ച് പ്രോപ്പറാണ്. അപ്പോൾ ഞാൻ പെർസെൻറ്റേജ് ടു ATH ഒന്ന് ഡിസെൻഡിങ് ഓർഡറിലാണ്. ഓക്കെ, ഡിസെൻഡിങ് അല്ല അസെൻഡിങ് ഓർഡറിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രൈസിൽ നിന്ന് യൂറി എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു സ്റ്റേബിൾ കോയിനാണ്. യൂറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോയിൻ കറണ്ട് പ്രൈസിൽ നിന്ന് ഓൾ ടൈം ഹൈയിലോട്ട് 1.76 ടാക്സി ഒക്കെ ഒരു സ്റ്റേബിളാണ്. ഗോൾഡിൻ്റെ പെഗ്ഡായിട്ടുള്ളതാണ്. സിറപ്പ് ഓക്കെ 12.6% കാണിക്കുന്നുണ്ട്. സിറപ്പ് നമുക്ക് നോക്കി നോക്കാം. സിറപ്പ് ഞാനെടുത്ത് നോക്കുമ്പോൾ ഇതാ ശരി തന്നെയാണ്, ശരി തന്നെയാണ്. ഇതാ ഈ പറഞ്ഞ പോലെ 1%, 1.5% ഡിഫറൻസാണ് ഇവിടെ കാണിക്കുന്നുള്ളൂ. പക്ഷേ 11% ഇവിടെ കാണിക്കുന്നുണ്ട്. മറ്റോടത്ത് എത്ര കാണിച്ച ക്രിപ്റ്റോ റാങ്കിൽ എത്ര കാണിച്ച 1.5%. എന്നിരുന്നാലും ഇതും ബെസ്റ്റ് തന്നെയാണ്. കാരണം ഓൾ ടൈം ഹൈ ഇവിടെയാണ്. ഇതാ ഇവിടെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രീവിയസ് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇത് എത്ര ശതമാനം ഇറങ്ങി നിൽക്കുന്നത്? 13% ഇറങ്ങി നിൽക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു 200% ഇറങ്ങി നിന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിപ്റ്റോ റാങ്ക് വഴിയാണ് നമുക്ക് ഇത് കണ്ടെത്താൻ പറ്റിയത്. അപ്പോൾ ഈ ക്രിപ്റ്റോ റാങ്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മളല്ലാണ്ട് മാർക്കറ്റിൽ പോയിട്ട് ബൈനാൻസിൻ്റെ മാർക്കറ്റിൽ പേജിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കോയിൻസ് ഉണ്ട്. എല്ലാം നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ടു ATH ഞാൻ പറഞ്ഞു 200% വരെ ഇറങ്ങി നിൽക്കുന്നതായാലും കുഴപ്പമില്ലെന്ന്. അപ്പോൾ ഞാനിവിടെ 200% താഴെയുള്ളത് വരെ നോക്കണം. ഓക്കെ, ഇവിടെ 208 കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മുകളിലോട്ട് നോക്കണം കേട്ടോ. ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പ് തുടങ്ങുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലോട്ട് കുറേ കാര്യങ്ങൾ കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇനി മുതലാണ് നമ്മുടെ ഈസി സ്റ്റെപ്സ്. കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ഇവിടെ നിന്നാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇവിടെ നമ്മൾ ഇപ്പം ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആകെ കൺഫ്യൂഷൻസ് ആയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് നിങ്ങളത് കണ്ടോ, അത് കുഴപ്പമില്ല. ഇവിടെ നിന്ന് നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, 208 മുതൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഗൺസ് നോക്കാം. ഗൺസ് എന്ന് പറഞ്ഞൊരു ടോക്കൺ ഇതൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കോയിൻസ് മേടിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗൺസ് നോക്കാം. ഇനി നമുക്ക് ഈസിയാണ് കാര്യങ്ങൾ. ഗൺ ഇട്ടു, USDT ഇട്ടു. ഗണ്ണിൻ്റെ ഓൾ ടൈം ഹൈ ഇവിടെയാണ്. ഓക്കെ, എന്താ മെയ് മാസം 8 നോക്കിക്കുക. മെയ് മാസം 8 ഇവിടുത്തെ ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇത് ഓൾ ടൈം ഹൈയിലോട്ട് എത്രത്തോളം ഉണ്ട്? 221% ഉണ്ട്. ഇവിടേക്ക് എടുക്കുമ്പോൾ ഒരുപാടുണ്ട്. അതൊരു കോയിൻ ലിസ്റ്റ് ആവുന്ന ഒരു ബഗ്ഗാണ്. ആ ഒരു വിക്ക് ക്യാൻഡിലാണ്. നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഭാഗമൊക്കെ എടുത്താൽ മതി. ഓക്കെ, 116%. അതുമാത്രമല്ല ഈ 8 മുതലുള്ള ഒരു വീക്ക് നല്ല രീതിയിലൊരു ഡൊമിനൻസ് ഇറങ്ങുന്നുണ്ട്. ആ ഡൊമിനൻസ് അനുസരിച്ച് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഡൊമിനൻസ് അനുസരിച്ച് ഇത് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഡൊമിനൻസിൽ നമുക്ക് ഈ 30%, 35% നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറങ്ങാനുള്ള ചാൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഗൺസ് നമുക്ക് മേടിച്ച് വയ്ക്കാം, കുഴപ്പമില്ല. പിന്നെ ഏതൊക്കെയാണ് നമ്മൾ കിടക്കുന്നത്? കൂമ സണ്ണ് എന്നൊക്കെ കൊണ്ട് കിടക്കുന്നുണ്ട്. കൂമ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഞാൻ നോക്കിയിട്ടില്ല മുമ്പ്. നോക്കിയോട്ടെ, പുതിയ കോയിൻസാണ്. ഓക്കെ, ഇത് ലിസ്റ്റായിട്ട് വെറും 4-5 ദിവസമായിട്ടുള്ളത് വേണ്ട. ഒരു മാസത്തിൽ പഴക്കമുള്ളത് വേണം. 2023 മുതൽ നമുക്ക് ഈ ഒരു മെയ് മാസം പകുതി വരെ ഉള്ളിൽ ലിസ്റ്റ് ആയത്. കാരണം നമുക്കൊരു കോയിൻ ലിസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള കോയിൻസുകളാണ് എടുക്കുന്നത്. കാരണം കോയിൻസ് ലിസ്റ്റ് ആയ പക്ഷേ തന്നെ നല്ല രീതിയിൽ ഒരു പമ്പിങ്ങും ഡമ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഒരു കറക്ഷനൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് സണ്ണ് നോക്കിലാണ് കാണുന്നത്. സണ്ണുണ്ട്, ഇത് സ്റ്റേബിളാണെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ഞാൻ സണ്ണ് നോട്ടുള്ളത് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്നാണ് ലിസ്റ്റ് ആയിക്കണം നോക്കി. ഒക്ടോബർ 20 ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യണം. കാരണം ഓൾറെഡി ഒരു ആൾട്ട് സീസൺ കഴിഞ്ഞു. ഇവിടെ കണ്ടില്ലേ, ആൾട്ട് സീസൺ കഴിഞ്ഞ് 250% കയറി ഇവിടെ ഒരു ഓൾ ടൈം ഹൈയൊക്കെ ബ്രേക്ക് ആയി. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. BMT നമ്മുടെ ഓൾ ടൈം ഹൈയിലോട്ട് എത്രയുണ്ട്? 136 ഉള്ളൂ. കുഴപ്പമില്ല, ഇത് മേടിക്കാം. പിന്നെ ഏതാ നമ്മൾ പറയേണ്ടത്? BMT കുറച്ച് മുകളിലേക്ക് നോക്കട്ടെ. WCT ഒക്കെ പറഞ്ഞാണ്. ബേബി STO ട്യൂട്ടോറിയൽ INIT ഇനീഷ്യ. അപ്പോൾ നമുക്ക് ഇവിടെ മുതൽ നോക്കാം. ഹൈപ്പർ നോക്കാം. ഹൈപ്പർ ബേബി ആ സംഭവം ഇതൊക്കെ മറ്റുള്ള ഈ പറഞ്ഞ പോലെ ഇതൊന്നും ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു കോയിൻ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ BNBയിലും USDC BTC പേരുകളൊക്കെ ഉണ്ടോയെന്ന് നോക്കി നോക്കും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള മറ്റ് പേരുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഹൈപ്പർ നമുക്ക് എടുക്കാം. ഹൈപ്പർ ഓൾ ടൈം ഹൈയിലോട്ട് 100% ഉള്ളൂ. പിന്നെ എന്താ നമ്മൾ പറഞ്ഞ ബേബി ഇതാ മറ്റ് പേരുകളൊക്കെ ഉണ്ട് കണ്ടില്ലേ. ഇതുപോലെ നമ്മൾ നോക്കണം. ഇതും ഓക്കെയാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഏതാ ട്യൂട്ടോറിയൽ എന്നാണ്, TUT എന്നാണ് എൻ്റെ പേര്. പാർട്ടി കൈറ്റോ കുറേ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ലിസ്റ്റിലുള്ള തന്നെയാണ് തോന്നുന്നത്. ഇത് ഞാൻ വാങ്ങിയിട്ടില്ല, വേറെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ 75% കുഴപ്പമില്ല. പിന്നെ പാർട്ടി എടുക്കുന്നുണ്ട്. ഓൾ ടൈം ഹൈ ഇവിടെ ബ്രേക്ക് ആയത് കാണുന്നുണ്ട്. എന്നാൽ ബ്രേക്ക് ആയിക്കണം നോക്കിയൊക്കെ 8 ശേഷമാണ് ഞാൻ പറഞ്ഞു. 8 ശേഷം ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്നത് നല്ലതാണ്. ഓൾ ടൈം ഹൈയിലോട്ടൊക്കെ വന്നു. ഓക്കെ, വളരെ നല്ലതാണത്. ഒരു 67% ഉള്ളൂ. പിന്നെ കൈറ്റോ ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ള കോയിൻസ് കേട്ടോ. പാർട്ടി ഞാൻ ഇപ്പോൾ എടുത്ത പാർട്ടി അതും വാങ്ങിയിട്ടുള്ള തന്നെയാണ് നമ്മൾ. ഇതും അതെ
ഓൾ ടൈം ഹൈലോട്ട് 54% ഇതാ നോക്കിയേ, മെയ് മാസം 8 മുതൽ നോക്കിയേ നല്ല രീതിയിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായി നമ്മൾ ഏതാണ് ഇങ്ങനെയാണ് ഈ ആൾട്ട് സീസണിൽ കോയിനുകൾ പഠിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇൻഫോർമേറ്റീവാണ്. ഈ ഒരു വീഡിയോയിൽ ഒരു ഭാഗത്ത് പോലും ഞാൻ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ 1, 2, 3 വട്ടം റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് നല്ലതായിരിക്കും. കാരണം ഒന്നും മിസ് ചെയ്യരുത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഒന്ന് കേൾക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് 2 വട്ടം കണ്ടിട്ട് നിങ്ങളൊന്ന് ഈ സംഭവത്തിൽ ക്രിപ്റ്റോ റാങ്കിൽ ഫ്രീ ആയിട്ട് ഫിൽറ്റേഴ്സിലിടും. ഈ സംഭവത്തിൽ ഞാൻ പറഞ്ഞു 2023 ശേഷമുള്ള കോയിൻസ് ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞു. അത് നമുക്കിത് ഫിൽറ്ററിൽ ഇടാൻ പറ്റും, പക്ഷേ അത് പെയ്ഡ് എടുക്കണം. കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വീണ്ടും നമുക്ക് എളുപ്പമാക്കാൻ പറ്റും. എന്താ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ ടോക്കൺ എന്താ ലിസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഈ ലിസ്റ്റിംഗ് ഡേറ്റ് നമുക്ക് 2024 കോയിൻസ് മുതലുള്ളത് മതി എന്നൊക്കെ പറഞ്ഞിടാൻ പറ്റും. പക്ഷേ അത് അപ്ഗ്രേഡ് ചെയ്യും, പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യും. നമ്മൾ നേരത്തെ ഏതൊരു കോയിൻ എടുക്കുമ്പോൾ ഇതാണെന്നൊക്കെ ഓർമ്മയില്ല, ഏതൊരു കോയിൻ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അത് BMT ആണെന്ന് പറഞ്ഞു. നമ്മൾ ഏതൊരെണ്ണം എടുത്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ 2020 19 കോയിനായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഫിൽറ്ററുകൾ ഇതിൽ ഇടാൻ പറ്റും. ഇതാണ് ഞാൻ മെയിൻ യൂസ് ചെയ്യുന്നത്. ഇതിന് കുറച്ച് ബഗ്ഗുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിൽ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ബനാന ചെയിൻസ് ഞാൻ കാണിച്ചിടാം. ചെയിൻസൊക്കെ നമ്മൾ മേടിച്ച കോയിൻസുകളാണ്. 1000 ചെയിൻസ് എന്നാണ് അതിൻ്റെ പേര്. അല്ല എല്ലാ പേരിലും ഉണ്ട്. 1000 ചെയിൻസ് യൂസ് ഇത് ഓൾ ടൈം ഹൈ, മാർച്ചിൽ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. മെയ് മാസം 8 ഇത് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഓൾ ടൈം ഹൈയിലോട്ട് എത്ര ശതമാനം കയറിക്കെടുക്കുന്നുണ്ട്? 53%. ഇത് നല്ലതാണ്. പിന്നെ ഏതാ നമ്മൾ നേരത്തെ പറഞ്ഞ ചെയിൻസ്, ബനാന, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ബനാന നോക്കാം. ഇതൊക്കെ ഒരു മീമിൻ്റെ സെക്ഷനിൽ പെടുന്ന കേട്ടോ. ഞാൻ നേരത്തെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു മീം ആയതുകൊണ്ട് മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം 2017 ആൾട്ട് സീസണിൽ ചുമ്മാ ടോപ്പ് 100 എല്ലാ കോയിൻസും കയറിപ്പോയി കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ. എന്നാൽ 2021 നല്ല യൂസ് കേസുള്ളത് കയറിപ്പോയി. അപ്പോൾ ഇതിനൊന്നും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഒന്നുമില്ല. കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്നതും ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ആവുന്നത് ആൾട്ട് സീസൺ കറക്റ്റ് പ്രോപ്പർ സ്റ്റാർട്ടിങ്ങിലും കൂടി ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അത് വാങ്ങും. അതാണ് നമുക്കൊരു പ്രതീക്ഷ ഉള്ളത്. അപ്പോൾ ഞാൻ ബനാന എടുത്ത് നോക്കി നോക്കണം. ബനാന ഓക്കെ, ബനാനയുടെ ഒരു 8 ശേഷം ഉള്ള ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടോ നോക്കി നോക്കാം ഈ മാസം. ഓക്കെ, നോക്കി മെയ് മാസം 8 ഞാൻ പറഞ്ഞു നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. മെയ് മാസം ഇവിടെ കേഴ്സർ വയ്ക്കുമ്പോൾ ഇവിടെ പെർസെൻറ്റേജ് കാണിക്കും. ഇതാ 30% കയറിപ്പോയത്. ഓക്കെ, ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. 220%. ഞാൻ പറഞ്ഞു 200 വരെ കുഴപ്പമില്ല ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് 220 ഉണ്ട്. എന്നിരുന്നാലും ഞാനിത് വാങ്ങിയിട്ടുണ്ട്, മുമ്പ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ സെല്ലൊന്നും ചെയ്യില്ല. കാരണം 8 നല്ല രീതിയിൽ ഞാൻ നേരത്തെ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞു, ഡൊമിനൻസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡൊമിനൻസ് നല്ല രീതിയിൽ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ അത് കയറി പോകാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. അപ്പോൾ ബനാന ഞാനിത് വാങ്ങിയതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ക്രിപ്റ്റോ റാങ്ക് ത്രൂ കുറേ കോയിൻസുകൾ മേടിച്ച് മീൻസ് ഇത് വഴി നമുക്ക് ഒരുപാട് ഫിൽറ്ററുകൾ ഇടാൻ പറ്റും. പിന്നെ ഹെഡല് സൈൻ ഞാൻ കാണിച്ചത്. സൈൻ ഇത് ക്രിയേറ്റ് ആയിട്ട് ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ മാസം ക്രിയേറ്റ് ആയതാണ്. കുഴപ്പമില്ല, ഇത് നമുക്ക് മേടിക്കാം. ഓൾ ടൈം ഹൈയിലോട്ട് 45 ഉള്ളൂ. അത് മാത്രമല്ല 8 നോക്കി അവിടെ കേഴ്സർ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ 8 നല്ല രീതിയിൽ ആ 8 എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസമല്ല കേട്ടോ. 8 മുതൽ ഒരാഴ്ച നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് ഡൊമിനൻസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെന്താ, ഇപ്പോൾ ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ മനസ്സിലായില്ല. അതായത് ഈ ആൾട്ട് സീസണിൽ എന്തൊക്കെയാണ് എങ്ങനെയാണ് കോയിൻസ് മേടിക്കേണ്ടത്, ഞാൻ പറഞ്ഞ പോയിന്റുകൾ എന്തായിരുന്നു ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണം. 2023 ശേഷമുള്ള കോയിൻസുകൾ മേടിക്കാം. ചുമ്മാ എല്ലാ കോയിൻസും മേടിക്കല്ല ചെയ്യണം. ആ കോയിൻസുകൾ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിൽ നിന്ന് അതിൻ്റെ ഓൾ ടൈം ഹൈയിലോട്ട്, കറണ്ട് പ്രൈസിൽ നിന്ന് അതായത് ഇന്നത്തെ പ്രൈസിൽ നിന്ന് ഓൾ ടൈം ഹൈയിലോട്ട് എത്ര ശതമാനം ഉണ്ടോ നോക്കുക. അതായത് ഒരു 200% താഴെയാണെന്നുണ്ടെങ്കിൽ മേടിക്കാം. അത് ഓക്കെ. പിന്നെന്താ, 1 ബില്യൺ താഴെയുള്ള കോയിൻസ് മാത്രം മേടിക്കാൻ ശ്രമിക്കുക. 1 ബില്യൺ മീതുള്ളത് മേടിക്കേണ്ട. കാരണം അത് ഒരുപാട് മാർക്കറ്റ് ക്യാപ്പ് വീണ്ടും അതിലോട്ട് വരണം. 1 ബില്യൺ കുഴപ്പമില്ല, 2 ബില്യൺ കുഴപ്പമില്ല കേട്ടോ. 2ഉം 3ഉം വരെ മാക്സിമം നോക്കാം. ഏറ്റവും നല്ലത് ഈ 100 മില്യണും 50 മില്യണും 250 മില്യണും ഒക്കെ ഉള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെന്താ, ബൈനാൻസിലുള്ള കോയിൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരം കണ്ടീഷൻസുകളാണ് നമ്മൾ ഈ ആൾട്ട് സീസണിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വട്ടം നിങ്ങൾ ചിലപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണേണ്ടി വരും ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ. എന്നിരുന്നാലും ഞാൻ ചാർട്ട് വഴി ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് കയറി പോകുന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അല്ല, ഇതുപോലെ തന്നെ നമുക്ക് ഈ മാർക്കറ്റിനെ കുറിച്ചിട്ടും കുറേ കോയിനുകളെ പറ്റിയിട്ടൊക്കെ സ്റ്റഡി ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസുകളൊക്കെ ഉണ്ടാവും. പിന്നെ ഗ്രിഡിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണം. പിന്നെ നമ്മുടെ ബിയർ മാർക്കറ്റിൽ നമ്മുടെ പ്ലാനുകൾ എന്തായിരിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഫ്യൂച്ചർ ട്രേഡ് ചെയ്യണോ വേണ്ടേ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നുണ്ട് നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തേക്കുക. നിങ്ങൾക്ക് അവിടെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.